പ്രോസിയോ പെയിന്റിംഗ് ഇൻസ്പെക്ടർ സർട്ടിഫിക്കേഷനിൽ ടോട്ടൽ നമുക്ക് വരുന്നത് 19 മൊഡ്യൂൾസ് ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഓരോ മൊഡ്യൂൾസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ആദ്യത്തെ മൊഡ്യൂള് സ്പെസിഫിക്കേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ്. അപ്പൊ ഇതിനകത്ത് പറയുന്നത് എന്താണ് സ്പെസിഫിക്കേഷനകത്ത് എന്തെല്ലാമാണ് വരുന്നത്, പിന്നെ പറയുന്നത് എന്താണ് സ്റ്റാൻഡേർഡ്, ഏതൊക്കെ സ്റ്റാൻഡേർഡ് ആണ് പെയിന്റിംഗിൽ ആൻഡ് കോട്ടിങ്ങിൽ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. What is specification? Specification is a document that defines the requirement for coating work. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഏരിസ് മറൈൻ എന്ന് പറയുന്ന കമ്പനി ഒരു കോട്ടിംഗ് വർക്ക് എടുത്തിട്ടുണ്ട്. അത് ഖത്തർജീന്റെ കോട്ടിംഗ് വർക്കാണ്. അപ്പൊ അവരത് എന്തിന്റെ ബേസിലായിരിക്കും ആ കോട്ടിംഗ് വർക്ക് മുന്നോട്ട് പോകുന്നത്? ഒരു സ്പെക്കിന്റെ ബേസിൽ, അതായത് ഖത്തർജീന്റെ സ്പെക്കിന്റെ ബേസിലാണ് ആ കോട്ടിംഗ് വർക്ക് മുന്നോട്ട് പോകേണ്ടത്. എന്തൊക്കെയാണ് ഒരു സ്പെക്കിൽ പറയാന്ന് വെച്ചാൽ, വാട്ട് സർഫസ് പ്രിപ്പറേഷൻ ഇസ് റിക്വയർഡ്, എങ്ങനെയുള്ള സർഫസ് പ്രിപ്പറേഷൻ ആണ്, ഏത് സർഫസ് പ്രിപ്പറേഷൻ ആണ് വേണ്ടത്. അടുത്തത് വിച്ച് കോട്ടിംഗ് സിസ്റ്റം ടു യൂസ്, ഏത് കോട്ടിംഗ് സിസ്റ്റം ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. നമ്പർ ഓഫ് കോട്ട്സ്, എത്ര കോട്ട് ഉണ്ടാവണം. റിക്വയർഡ് DFT, എത്ര DFT ഉണ്ടാവണം, അതായത് ഡ്രൈ ഫിലിം തിക്നെസ് എത്രമാത്രം ആകാം. സർഫസ് ക്ലീൻനെസ് റിക്വയർമെന്റ്, സർഫസ് പ്രൊഫൈൽ റിക്വയർമെന്റ്, സർഫസ് പ്രൊഫൈൽ എത്രയാകാം. എൻവയോൺമെന്റൽ കണ്ടീഷൻ എങ്ങനെയായിരിക്കണം. എക്സാമ്പിൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എത്ര ഉണ്ടാവണം, ഡ്യൂ പോയിന്റ് എത്ര ഉണ്ടാവണം, സ്റ്റീൽ ടെമ്പറേച്ചർ എത്ര ഉണ്ടാവണം. ദെൻ ആപ്ലിക്കേഷൻ മെത്തേഡ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എയർലെസ് സ്പ്രേ ആണോ, റോളർ ആണോ, ബ്രഷ് ആണോ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇൻസ്പെക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് റിക്വയർമെന്റ്, ഇതിന്റെ ഇൻസ്പെക്ഷൻ എങ്ങനെയാണ് നടത്തേണ്ടത്, അതിന്റെ ഫർദർ ടെസ്റ്റിംഗ് എന്തൊക്കെയാണ് നടത്തേണ്ടത്, അതിന് ഹോളിഡേ ടെസ്റ്റിംഗ് ഉണ്ടോ, അങ്ങനെയുള്ള റിക്വയർമെന്റ്സ് മാൻഡേറ്ററി ആയിട്ട് എന്തൊക്കെ ടെസ്റ്റിംഗ് ആണ് ചെയ്യേണ്ടത് ഒക്കെ നമ്മുടെ സ്പെക്കിൽ ഉണ്ടാവും. ദെൻ അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ, പിന്നീട് പറയുന്നത് അതിന്റെ അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു സ്പെക്കിലുള്ളത് പ്രധാനമായിട്ടും. ഇത് മുൻനിർത്തിക്കൊണ്ട് ഞാനൊരു ഉദാഹരണം പറയാം. 1 UN പെയിന്റ് സിസ്റ്റം, ഖത്തർജീന്റെ 1 UN പെയിന്റ് സിസ്റ്റം, സിങ്ക് റിച്ച് എപോക്സി MIO പിഗ്മെന്റഡ് പോളിയുറത്തൈൻ. ഇതൊരു 3 കോട്ട് സിസ്റ്റമാണ് അല്ലെ. അപ്പൊ ഈ 1 UN എന്താണ്, ഇത് എത്ര കോട്ടിലാണ് വരുന്നത്, ഇതിന്റെ പ്രൈമറിന് എത്ര മൈക്രോൺസ് അല്ലെ എത്ര DFT എത്രയാണ് വേണ്ടത്, മിഡ് കോട്ട് എത്ര DFT ആണ് വേണ്ടത്, ടോപ്പ് കോട്ട് എത്ര DFT ആണ് വേണ്ടത്, ഇതൊക്കെ നമ്മുടെ സ്പെക്കിൽ ഉണ്ടാവും. അല്ലാതെ നമ്മളുടെ ഡാറ്റ ഷീറ്റിൽ നിന്നും അല്ല ഇത് എടുക്കേണ്ടത്. നമ്മൾ സ്പെക്കിൽ എന്താണോ അത് പറഞ്ഞേക്കുന്നത് അതാണ് എടുക്കേണ്ടത്. അതിന്റെ അർത്ഥം കോട്ടിംഗ് ആക്ടിവിറ്റിയിലുള്ള എല്ലാ കാര്യങ്ങളും സ്പെക്ക് എന്താണോ പറയുന്നത് അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്.